പിന്നെ അവരുടെ ഒരു ഹോസ്റ്റലും ഭരണവും കേരള മുഖ്യമന്ത്രിയാന്ന വിചാരം. എന്റെ കർത്താവേ, എനിക്ക് ഒരു ഗതിയോ പരഗതിയോ ഉണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണുപിള്ളയുടെ മുഖത്തൊക്കെ ഒരു ചീത്ത പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോവായിരുന്നു. എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരുത്തനായി പോയല്ലോ എന്റെ കർത്താവേ. ഗബ്രി, ഗബ്രി, ഗബ്രി. രാവിലെ 7 മണിയായതല്ലേ ഉള്ളൂ. ഇവരെന്തിനാ ഈ നേരം കയറി വന്നത്? ജോസഫേട്ടാ. ഗബ്രി എവിടെ? സാറ് നല്ല ലേറ്റായിട്ടാ കിടന്നത്. ഉറക്കെണീറ്റോന്ന് അറിയില്ല. ഞാൻ പലതവണ ഗബ്രിയെ ഫോണിൽ വിളിച്ചു, പക്ഷെ കോൾ എടുക്കുന്നില്ല. അതിനെപ്പറ്റി എന്നോട് ചോദിച്ച ഞാൻ എന്ത് പറയാനാ മാഡം? സാറിന് ഫോൺ എടുക്കാൻ പറ്റിയ സാഹചര്യം ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും മാഡത്തിന്റെ കാൾ എടുക്കാത്തത്. ജോസഫേട്ടൻ ചെന്ന് ഗബ്രിയെ ഉണർത്ത്, ഞാൻ വന്നു പറ. അത് പറ്റില്ല. സുഖമായി ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് മോശമല്ലേ? മാഡം ഇവിടെ ഇരിക്കും, സാർ എഴുന്നേക്കുമ്പോ കാണാം. രാവിലെ തന്നെ സാറിന്റെ ഉറക്കം കളയാൻ വന്നിരിക്കുക. ഗുഡ് മോർണിംഗ് എമിലി. ഗുഡ് മോർണിംഗ്. നീ എന്താ രാവിലെ? ഇന്നലെ ACP ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം ഗബ്രിയെ ഞാൻ എത്ര തവണ വിളിച്ചു, നീ ഒരു കോള് പോലും എടുത്തില്ലല്ലോ. മെസ്സേജ് അയച്ചിട്ട് അത് കണ്ടതുപോലും ഇല്ല. നിനക്ക് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. നിനക്കാണല്ലോ ചില പ്രശ്നങ്ങൾ. നിനക്ക് എന്നോട് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണല്ലോ നീ എന്റെ കോൾ എടുക്കാതിരുന്നത്. എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിന്റെ ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. മനസ്സിലായില്ല. ACPയോട് കിരണിനെ കുറിച്ച് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഓ, അതാണോ നിന്റെ പ്രശ്നം? കാറ്റാടി മലയിലെ സംഭവത്തിൽ എനിക്ക് അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അത് നിന്റെ സംശയങ്ങൾ മാത്രമാ, കാരണങ്ങളില്ലാത്ത സംശയങ്ങൾ. കിരണിനെ മാത്രം നീ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നേ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ തനിക്ക് കഴിയോ? അവളെപ്പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്റെ ചങ്കിക്കൊണ്ടോ? കിരണോ അവളുടെ ഫ്രണ്ട്സോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർക്കോയുടെ മരണത്തിന് പിന്നില് പല കാരണങ്ങളും ഉണ്ടാവും. അത് പോലീസ് തെളിയിക്കട്ടെ. പോലീസിനെ വഴിതെറ്റിക്കാൻ ആ പിള്ളേരെ നീ ഇതിലേക്ക് വലിച്ചഴിച്ചത് വളരെ മോശമായി പോയി. അല്ല, ഇതായിരുന്നു നിന്റെ ഉദ്ദേശമെങ്കില് നിന്നോടൊപ്പം ACP ഓഫീസിലേക്ക് ഞാൻ വരില്ലായിരുന്നു. ഞാൻ ചെയ്തത് മോശമായി പോയിന്ന് നീ പറയുന്നു. കിരണും ഫ്രണ്ട്സും എന്നോട് എന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ? അവരിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതെന്റെ റിസർച്ചിന്റെ ഭാഗമാ. ബട്ട് കിരൺ, അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. നോ, കിരൺ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. കിരണിനെ കുറിച്ചാണല്ലോ രണ്ടുപേരും സംസാരിക്കുന്നത്. ഗബ്രി, നീ കാണാത്ത ഒരു കിരണിനെ എനിക്കറിയാം. ആരെയും കയറി തല്ലാൻ മടിയില്ലാത്തവളാ അവൾ. എന്നെ തല്ലാൻ വന്ന ഞാനും വിട്ടുകൊടുക്കില്ല. എന്റെ ക്യാരക്ടർ നിനക്കറിയാലോ. നീയും കിരണും തമ്മിൽ അടിപിടി ഉണ്ടായോ? ഇവൾ കിരണിനെ അപമാനിച്ചിരിക്കുകയാണല്ലോ. ഇനി പറ, നീ കിരണിനെ ന്യായീകരിക്കുന്നുണ്ടോ? നോ, കിരൺ നിന്നെ അപമാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗബ്രി, ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? നിനക്ക് കിരണിനോട് എന്തെങ്കിലും അഫയർ ഉണ്ടോ? എമിലി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറ. നമ്മൾ സംശയിക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെട്ട വ്യക്തികളായിട്ടാ 5 സുന്ദരികളെ ഞാൻ കാണുന്നത്. നീയും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നീ പറയണം. എനിക്കിപ്പോ ഇതേപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സോറി എമിലി.
ഡോർ അടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. ഇവൾ സാറുമായിട്ട് ഉടക്കിയത് നന്നായി. ഇങ്ങോട്ടിനി വരില്ല. ജോസഫേട്ടാ, ഇങ്ങോട്ട് വരൂ. മാഡം പോവുകയാണോ? കോഫി കുടിച്ചില്ലല്ലോ. ഈ ഡോർ ആരാ തുറന്നിട്ട്? ആ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഞാൻ കിച്ചണിലായിരുന്നു. ഒരുപക്ഷെ മാഡം ഡോർ അടയ്ക്കാൻ മറന്നതായിരിക്കും. ഞാൻ മറന്നതായിരിക്കും. ജോസഫേട്ടാ, ആ കിരൺ ഇവിടെ പതിവായി വരാറുണ്ടോ? മാഡത്തിന്റെ അത്രയും വരാറില്ല. അപ്പോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ? വരാറുണ്ട്. ഗബ്രിയും കിരണും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഐ മീൻ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല മാഡം. സാറിന് കിരണിനെ വലിയ ഇഷ്ടമാണ്. ആ കുട്ടിക്കും ഇഷ്ടമുണ്ടാവും. രണ്ടുപേരും കല്യാണം കഴിക്കാത്ത ആളുകളല്ലേ. കിരണിന് ഗബ്രിയോടാണോ അതോ ഗബ്രിക്ക് കിരണിനോടാണോ പ്രേമം? രണ്ടുപേരും തമ്മിൽ അതുണ്ടായിരിക്കും. മനസ്സിൽ പ്രേമം കൊണ്ട് നടക്കുന്നവർ അത് തുറന്നു പറയാറില്ലല്ലോ. കിരൺ നല്ല കുട്ടിയാണ്. ഒരു പെൺകുട്ടിയോടും താല്പര്യമില്ലാത്ത ഗബ്രിയേൽ സാറിന് കിരണിനെ എങ്ങനെ ഇഷ്ടമായെന്നറിയില്ല. മതി. കിരണിനെ പറ്റി അത്രയും പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ സാറിന്റെ പിന്നാലെ നടന്ന് ആ സ്ത്രീ സാറിന്റെ ജീവിതം തകർക്കും. നീ രാവിലെ തന്നെ തുടങ്ങിയോ? നീ വിശപ്പില്ലാത്ത ജീവിയല്ലേ, ഞാൻ അങ്ങനെയല്ല. എടി, അനുവിന്റെ യോഗയോ കിരണിന്റെ ബോഡി ബിൽഡിംഗ് ടിപ്സോ എന്തേലും പഠിക്ക്. നിന്റെ ഈ തടി കുറയും.